ദൈവം ഒന്നാണ്. ഏകം സത് വിപ്രാ ബഹുദാ വദന്തി. വിപ്രൻ എന്ന് പറയുന്നത് പണ്ഡിതൻ എന്ന അർത്ഥത്തിലാണ്. കവി എന്ന് പറയുന്നതും പണ്ഡിതനാണ്. ആ അർത്ഥത്തിൽ വിപ്രന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പല വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സൗന്ദര്യമായി കാണണം. ഈ പൂവാടിയിൽ ഒരേ പൂക്കൾ മാത്രം പോരാ, 100,000 പൂക്കൾ. അങ്ങനെ ഒരു ഉദ്യാനത്തിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യം നിലനിൽക്കുന്ന വിധം പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും തലയാട്ടിയും അംഗീകരിച്ചും പോകുന്ന തരത്തിലേക്ക് പോകുമ്പോഴേ ഈ ഉദ്യാനത്തിനെ അതിൻ്റെ സൗന്ദര്യത്തോടെ കാണാൻ ആസ്വാദകന് സാധിക്കൂ. അതുണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏക സിവിൽ കോഡല്ല വേണ്ടത്. ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന വിധം ഒരു യൂണിറ്റിയാണ്. അവിടെ പരസ്പരം തമ്മിലടിക്കാൻ സാധിക്കുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കലാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കലാണ്. ആ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കാ തർക്കം? നമ്മുടെ ഈ പൗരാണികമായ ഇന്നലകളുടെ സ്നേഹ കൂട്ടായ്മകളും അതിൻ്റെ പ്രാർത്ഥനകളും എത്ര നമ്മൾ കേൾക്കുന്നു. ഇന്ത്യ തന്നെ ഏറ്റവും ആദരിക്കുന്നത് വാൽമീകി മഹാമുനിയുടെ രാമായണത്തെയാണ്. എന്ന് പറഞ്ഞാൽ രാമായണം തുടങ്ങുന്നത് പോലും അത്തരത്തിൽ ഒരു ചിന്തയുടെ മുമ്പിലിരുന്നിട്ടാണ്. ശരിക്കു പറഞ്ഞാൽ രുദിതാനുസാരിയായ ഒരു കവിയാണ് വാൽമീകി. രോദനങ്ങളുടെ പിന്നാലെ പോയയാൾ. ഇന്ന് രോദനങ്ങൾ നമ്മുടെ രാജ്യത്ത് മുഴുവനും ഉണ്ടാകുമ്പോഴും അതൊക്കെയും തൻ്റെ രാഷ്ട്രീയമായ ലാക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അധികാരങ്ങളുടെ ഇന്ദ്രപ്രസ്ഥങ്ങളിലേക്ക് പാഞ്ഞെടുക്കാനും മത്സരിക്കാനും വേണ്ടി നടക്കുന്നത് എന്ന ചിന്തയാണ് എന്നെ ഞെട്ടിപ്പിക്കുന്നത്. രോദനങ്ങളുടെ മുകളിൽ കണ്ടുനീരോടുകൂടെ നിരുന്ന് പ്രാർത്ഥിച്ചു ഒരു മനുഷ്യൻ. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം എന്ന് തന്നെ. ഏകം ഒരാൺപക്ഷിയെ കൊന്നു. അതിൻ്റെ പേരിൽ പെൺപക്ഷിയുടെ തലതല്ലി കരച്ചിൽ, വൈദവ്യത്തിൻ്റെ തീരാവേദന. നീ സ്ഥായിയായ ജീവിതത്തിൻ്റെ സ്വാസ്ഥ്യമുണ്ടാകാതെ പോകട്ടെ എന്ന് കാട്ടാളനെ തലയറിഞ്ഞ് ശപിച്ചു തുടങ്ങിയിട്ടാണ് രാമൻ്റെ വഴി പറഞ്ഞു തരാൻ രാമായണം എന്ന മഹാകാവ്യത്തെ, ഇതിഹാസത്തെ വാൽമീകി മഹാമുനി എഴുതി തരുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളിലും നമ്മൾ കാണുന്നത്. മാ വിദ്ദുഷാ വഹൈ, നമുക്കിടയിൽ യാതൊരു വിദ്വേഷവും ആവശ്യമില്ല. അത് പറഞ്ഞതാണ് ഇന്ത്യയുടെ ഉപനിഷത്തുകൾ. ഓം സഹനോ അവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനൗ അവധീതമസ്തു മാ വിദ്ദുഷാ വഹൈ. ഞാൻ ആ വാക്കിന് മാത്രം മണ്ഡലം ചെയ്യുന്നു. ഒരു വിദ്വേഷവുമില്ലാതെ ഇരിക്കണം ഭാരതം. പരസ്പരം വിദ്വേഷമുണ്ടാകുന്നത് ഈ രാജ്യത്തിൻ്റെ പുരോയാനത്തിന്, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എതിരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സാമൂഹിക യാഥാർത്ഥ്യത്തെ, ചരിത്രപരമായ അതിൻ്റെ വലിപ്പത്തെ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിയമത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അവിടെ ആ ബോധമുണ്ടായതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഈ വിഷയത്തിൽ ഇതാണ് ശരിയായ മാർഗമെന്ന് പറഞ്ഞു തരികയും നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റോൺ അത് മൗലികാവകാശ തത്വങ്ങളാണെന്ന് പറയുകയും വിചാരം ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമാണ് 937 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് നിയമമാക്കപ്പെട്ട മുസ്ലിം പേഴ്സണൽ ലോ. ആ മുസ്ലിം പേഴ്സണൽ ലോയുടെ ഭാഗമായി മുസ്ലിങ്ങളുടെ വിവാഹം, അവരുടെ അനന്തരാവകാശങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇന്നത് ചെയ്യണം. ഹൈന്ദവ ആചാരങ്ങളുടെയും അത്തരത്തിലുള്ള ചിന്തകളുടെയും ഭാഗമായിട്ടുള്ളത് ഇന്നത് വേണം. ക്രൈസ്തവ ആചാര നിയമങ്ങൾ ഇന്നതാകണം എന്നൊക്കെ പറഞ്ഞു വച്ചു. അതിൽ ഓരോ സമൂഹങ്ങൾക്കും അവരവരുടേതായ നിർബന്ധമോ ശാഠ്യമോ ശാഠ്യമില്ലായ്മയോ ഉണ്ടാകാം. അത് അതാത് സമൂഹത്തിൻ്റെതാണ്. എനിക്ക് മാംസം കഴിക്കണമെന്ന് തീരുമാനമായാൽ, എനിക്ക് മാംസം കഴിക്കേണ്ടെന്ന് നിർബന്ധമായാൽ, രണ്ടിനും നമ്മൾക്കുണ്ടാക്കിയെടുക്കേണ്ടത് ഒരു നന്മയുള്ള ഒരു സഹിഷ്ണുതാബോധമാണ്. കഴിപ്പിച്ചേ പറ്റൂ എന്നൊരു തീരുമാനമുണ്ടായാലോ അതപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെ, വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ നേരെ, വ്യക്തിയുടെ അനുഷ്ഠാനങ്ങൾക്ക് നേരെയുള്ളൊരു കടന്നുകയറ്റമാണ്. അത് ഭരണഘടനാസിദ്ധമായ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. അത് മനുഷ്യാവകാശ ലംഘനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നത് എല്ലാ വിഭാഗത്തിനും അവരവരുടേതായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിച്ച് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി തന്നെ നിലനിൽക്കുന്ന വിധം മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് യാതൊരു തടസ്സവും ഞാൻ കാണുന്നില്ല. ഈ ഭരണഘടന പ്രവിശാലമാകുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടനയുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായൊരു ഭരണഘടനയാണ്.
ഇത് മാറ്റിമറിക്കണമെന്നും ഇതിന് പ്രത്യേകമായൊരു സംസ്കൃതിയുടെ ഭാവമുണ്ടാകണമെന്നും പറഞ്ഞവർ തന്നെയാണ് ഈ മേശപ്പുറത്ത് നേരത്തെ നിന്നവരെന്ന കാര്യം ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇത് മാറ്റിമറിക്കാൻ പാടില്ലാത്ത വിധം ഇത് ഭദ്രമാക്കണം എന്നേ നാം പറയുന്നുള്ളൂ. ഇത് മാറ്റിമറിക്കപ്പെടാൻ പാടില്ല. ഈ ഭരണഘടന നിലനിൽക്കണം, ഈ രാജ്യത്തിൻ്റെ ഈ വ്യവസ്ഥിതി നിലനിൽക്കണം. അവിടെ പിന്നെ എന്തേ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി വിവാഹ നിയമത്തിൻ്റെ കാര്യത്തിൽ എന്താ പ്രശ്നം? വിവാഹ നിയമങ്ങളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെ പ്രത്യേക വാശിയൊന്നും പിടിച്ചിട്ടില്ല. 18 വയസ്സിന് മുമ്പ് കെട്ടിച്ചു വിട്ടേ പറ്റൂ എന്നൊന്നും നാം പറയുന്നേയില്ല. അത് വെറുതെ മാധ്യമങ്ങളും കുറെ ആളുകളും കൂടി ചർച്ച ചെയ്ത് കുളമാക്കുകയാണ്. ഈ പിന്നെ കാള പെറ്റു എന്ന് കേട്ടാലും കയറെടുക്കാൻ കുറെ ആളുകളുണ്ടാവും. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. കാള പെറ്റു എന്ന് പറഞ്ഞാൽ കയറെടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? 18 വയസ്സ് എന്ന് പറയുന്നതിൽ നിർബന്ധ ശാഠ്യം പിടിക്കുമ്പോൾ സാമൂഹികമായി, വൈയക്തികമായി, കുടുംബപരമായി എന്തെല്ലാം പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് ആലോചിക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്ത് പോലും ഉണ്ടായിത്തീരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് തന്നെ നടക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലോകത്ത് പോലും ശരിക്കു പറഞ്ഞാൽ ഭക്ഷണ സുഭിക്ഷതയുടെ പേരിൽ പ്യൂബർട്ടി പീരീഡ് കൂടുന്നു, നേരത്തെയാകുന്നു എന്നാണ്. ഏർലി പ്യൂബർട്ടി വരുന്നു, ലൈംഗികമായ ആസക്തികൾ കൂടുന്നു. ഇതാരാ നമുക്ക് തടക്കാനാവുക? നമ്മളെന്ത് കണ്ണടച്ചാലും ഈ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഈ കടന്നുകയറ്റവും നമ്മുടെ മുമ്പിലേക്കുള്ള ഈ ഹീന വിചാരങ്ങളുടെ അതിക്രമങ്ങളും നമ്മെ തന്നെ ഒരു കാലത്ത് സത്യത്തിൽ കേരളത്തിൽ വന്ന് ഈ നാട് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ പിന്നെ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ കൂടി വരുമായിരുന്നുവെങ്കിൽ ഈ നാട് ലൈംഗിക മനോരോഗികളുടെ നാടാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങി. അതിനാരാ ഉത്തരവാദി? പണ്ട് വേദവ്യാസൻ ഒരു കവിത എഴുതിക്കൊണ്ടുപോയി വിദ്യുത് സദസ്സിൽ വച്ച് ചൊല്ലാൻ. അതിലുണ്ട് ഇങ്ങനെ: ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിധ്വംസമഭികർഷതി എന്നാണത്. അത് കേട്ടപ്പോഴേക്കും ഒരു ഋഷി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു ജ്ഞാനി, ഒരു തപോധന്യനായ ജ്ഞാനി, അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളെപ്പോലെയുള്ള ഈ ജിതേന്ദ്രിയന്മാരായ, ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ഈ ഋഷി മാനസർക്ക് പറ്റിയ പണിയല്ല, തെറ്റായിപ്പോയി, അങ്ങനെ ചൊല്ലാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു കവിത പാടില്ലായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ബലവാൻ ഇന്ദ്രിയഗ്രാമോ, ശക്തമായൊരു ഈ വൈകാരികത, അത് വിധ്വംസമവി, പണ്ഡിതനെപ്പോലും കർഷതി കീഴടക്കുന്നു എന്നാണ്. അത് പറഞ്ഞപ്പോ വേദവ്യാസൻ അതങ്ങ് കീറിയിട്ട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം അന്നത്തെ രാത്രിയിൽ ഈ ഋഷിയുടെ പർണശാലയിലേക്ക്, കാനനത്തിനകത്തുള്ള പർണശാലയിലേക്ക് ഒരു സുന്ദരിയായ യുവകോമളാങ്ങിയെ പോലെ അദ്ദേഹം വേഷം മാറ്റിയിട്ട് ചെന്നു. അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ സിദ്ധിപ്രകാരം കൊടുങ്കാറ്റടിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്തു എന്നൊക്കെ. അങ്ങനെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ അഭയം തരണം, ഞാൻ ശരണമില്ലാത്തൊരു പെണ്ണാണ്, എനിക്ക് അഭയം തരണം. ഋഷി പറഞ്ഞു, ഈ ആശ്രമവാടിയിൽ നിന്നെപ്പോലെ ഒരു സ്ത്രീയെ, ഒരു യുവകന്യെ, ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ കൊണ്ടുപോകാൻ, മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് നീ പോകണം. വ്യാസൻ പറഞ്ഞു, അതായത് വേഷപ്രച്ഛന്നയായി ചെന്ന് നിൽക്കുന്ന ഈ യുവകോമളാങ്കി പറഞ്ഞു, എനിക്ക് എവിടെ പോകാനാ? അങ്ങയെപ്പോലെ ജിതേന്ദ്രിയനായ ബ്രഹ്മചാരിയായ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ഈ കാട്ടിൽ പിന്നെ എവിടെ അലഞ്ഞ് ഞാൻ ശരണം തേടും? അവസാനം പറഞ്ഞു, എന്നാ ഇവിടെ ആവാം. അങ്ങനെ കിടന്നു. കുറെ കഴിഞ്ഞു, രാത്രിയായി. രാത്രി കുറെ കനത്തു, മഴ നന്നായി പെയ്യുന്നുണ്ട്, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. അങ്ങനെ പോന്നപ്പോൾ പതുക്കെ പോയി വ്യാസന്റെ കാലിൽ പിടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞാൻ ബാക്കിയൊന്നും പറയണില്ല. അങ്ങനെയായി. അവസാനം ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വേദവ്യാസൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിധ്വംസമവി കർഷതി 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 കർഷത്യേവ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് ധാർമ്മികമായി, മതാചാരപരമായി തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നിടത്ത് അത്തരം പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ 18 എന്ന് പറയുന്നതിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അവിടെ ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന പേരിലേക്ക് എത്തരുത് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അതിനെന്താ പണി? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠങ്ങൾ തന്നെ ഈ വിഷയമായി എന്തു പറഞ്ഞു? സത്യത്തിൽ
കോടതി പോലും ഇതിലുണ്ടായ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കി ആ വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ലോ കമ്മീഷൻ നിശ്ചയിച്ചു. ജസ്റ്റിസ് AR ലക്ഷ്മണന്റെ നേതൃത്വത്തിലുള്ള ലോ കമ്മീഷൻ പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്നത് 60% ഇത്തരം വിവാഹങ്ങൾ തന്നെയാണെന്നാണ്. ഇത്തരം വിവാഹങ്ങളാണ് 60%. ഞാനൊന്ന് വായിച്ചു തരാം. The percentage of women aged 20 to 24 married by the time they are 18 stood at 61.2% in Jharkhand, followed by 60.3% in Bihar, 57.1% in Rajasthan, 54.7% in AP, and 53% in MP, UP and West Bengal. ഇവിടൊക്കെ നടക്കുന്നതാണ്. ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ തന്നെ നടക്കുന്നു. ഇന്ത്യയിലോ ഈ പ്രീ മാരിറ്റൽ കോൺസെപ്ച്വൽ സെക്സ്, വിവാഹപൂർവ്വ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഏറുന്നു. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇൻക്രീസ്ഡ് എന്ന് സർവേകൾ കാണിച്ചു തരുന്നു. വളരെ കാര്യമായി തന്നെ അത് ഉണ്ടായിത്തീരുന്നു. ഇവിടെ ഈ വിവാഹങ്ങൾ നടക്കുന്നിടത്ത് ഞാൻ വേറെ മറ്റൊന്നും കൊണ്ട് ഉദ്ദേശിച്ച് പറയല്ല, ഇത് മുസ്ലിങ്ങൾക്കിടയിലാണോ അതോ അതിനേക്കാളേറെ മറ്റു സമൂഹങ്ങൾക്കിടയിലാണോ എന്ന ചോദ്യത്തിന് ഈ കമ്മീഷന്റെ മറുപടി ടെക്സ്റ്റ് ലൈക്ക് മനുസ്മൃതി വിച്ച് സ്റ്റേറ്റ് ദാറ്റ് the father or the brother who has not married his daughter or the sister who has attained puberty will go to hell are sometimes quoted to justify child marriage. ടെക്സ്റ്റ് ലൈക്ക് മനുസ്മൃതി എന്നാണ് പറയുന്നത്. മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളാണ്. മനുസ്മൃതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുകയും കാലേ അതാതോ പിതാവാച്ച, കാലം കന്യകാകാലം, ആ കാലത്ത് അതാതോ തൻ്റെ മകളെ ദാനം ചെയ്യാത്ത, വിവാഹം ചെയ്തു കൊടുക്കാത്ത പിതാവ് നിന്ദ്യനാകുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. ഇവിടെ കമ്മീഷൻ പറയുന്നത് ഇതുപ്രകാരമാണ് കൂടുതൽ വിവാഹങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ്. ഇനി കോടതി നിയമങ്ങളോ? നമ്മുടെ കോടതി വ്യവഹാരങ്ങൾ 2009, 2006 ഈ പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് വരുന്നത്. 2009 കോടതി, ഹൈക്കോടതി, അതായത് ഡൽഹി ഹൈക്കോടതി താഹിറ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ പരാതി എടുത്തു. ആ പരാതിയിൽ ഷുമൈല എന്ന പെൺകുട്ടി 15-ാം വയസ്സിൽ വിവാഹം ചെയ്തു എന്നായിരുന്നു പരാതി. പരാതി ചർച്ച ചെയ്ത് അവസാനം വരുമ്പോൾ കോടതി പറയുന്നുണ്ട്, മുഹമ്മദ് ലോ പ്രകാരം എവരി മുഹമ്മദൻ ഹു ഹാസ് അറ്റൈൻഡ് പ്യൂബർട്ടി ക്യാൻ എൻറ്റർ ദ മാരേജ് ആൻഡ് സച്ച് മാരേജ് വുഡ് നോട്ട് ബി വോയിഡ്. മുഹമ്മദ് ലോ പ്രകാരം ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കായാലും അത്ര മതി എന്ന് പറയുന്നു. അതുകൊണ്ട് ആ പ്രായം എത്തിയാൽ വിവാഹം ചെയ്താൽ അത് നിയമപരമാണ്, അത് അസാധുവല്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. അറ്റ് ദ ഓപ്ഷൻ ഓഫ് പാർട്ടീസ് എന്നാണ്. രണ്ട് പാർട്ടികൾക്കും പിന്നീട് വേണമെങ്കിൽ വാലിഡാക്കാനും വോയിഡാക്കാനും അനുവാദം കൊടുക്കുന്നതാണ് ഈ പ്രോഹിബിഷൻ ആക്ട് പ്രകാരവും പോലും നിയമമുള്ളത്. ഈ നിയമത്തിന്റെ സെക്ഷൻ 3 പറയുന്നത് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി പാർട്ടീസ് എന്നാണ്. അപ്പോൾ അവിടെ ഈ പറയപ്പെടുന്ന ഈ വ്യവഹാരങ്ങളിൽ, നമ്മുടെ നീതിന്യായ വ്യവഹാരങ്ങളിൽ ഈ വിഷയത്തിലെ വസ്തുതാപരമായ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നു. ഇതേ പ്രശ്നം, ഇതേ വേർഡിക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ വിമൻസ് കമ്മീഷൻ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിനെ സമീപിച്ചു. സുപ്രീം കോർട്ടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ടഫ് ടു ഫിക്സ് ദ ഏജ് ഓഫ് മാരേജ് ഫോർ ഗേൾസ്. പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് അങ്ങനെ കൃത്യമായൊന്നും പറയാൻ കഴിയില്ല. അതൊരു സ്റ്റേറ്റ് ജാക്കറ്റ് ഫോർമുലയാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ഇന്ത്യയുടെ സുപ്രീം കോർട്ട്. ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് 15-ൽ കെട്ടിക്കണം എന്നല്ല. ഈ നാട്ടിലെ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് ഏതെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ വന്നാൽ വേണമെങ്കിൽ നമുക്കൊരു ക്വാസി ജുഡീഷ്യറി ഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. അമേരിക്ക എന്ന് പറയുന്ന പരിഷ്കൃത രാജ്യമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ അങ്ങനെ ചിലരൊക്കെ പറയുന്ന അമേരിക്കയുടെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അവിടെ കാണുന്നത് 16-ാം വയസ്സിൽ വിവാഹമാകാമെന്നും 14-ൽ ഗർഭം ധരിച്ചാൽ വിത്ത് ദ കൺസെന്റ് ഓഫ് ജുഡീഷ്യറി, വിത്ത് ദ കൺസെന്റ് ഓഫ് പാരന്റ്സ് ആകാമെന്നുമാണ്. അതുകൊണ്ട് 16-ാം വയസ്സ് നമുക്ക് ആലോചിക്കാമെന്നല്ല, 18 തന്നെ നടക്കട്ടെ. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി 18-ന് മുമ്പ് നടക്കുന്നില്ല. ഒരു സർവേ നടന്നോട്ടെ, നമ്മൾ ധൈര്യമായി നിൽക്കുന്നു. പക്ഷേ വളരെ പരിമിതമായ ചില പ്രശ്നങ്ങൾ, അനിവാര്യമായ കുടുംബപരമോ സാമൂഹികപരമോ ആയ ചില വിഷയങ്ങളുടെ പേരിൽ നടന്നാൽ ഒരു പിതാവിന് തൻ്റെ മകൾ സനാഥയായി നിൽക്കവേ തന്നെ വിവാഹം ചെയ്യപ്പെടണമെന്ന് തീരുമാനിക്കപ്പെടുന്നിടത്ത് തൻ്റെ കാലം മഹാരോഗങ്ങളെക്കുറിച്ച് BRP ഭാസ്കർ പറഞ്ഞതുപോലെ
മഹാരോഗങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് മരണത്തിൻ്റെ ക്ഷണക്കത്താണ്. ഇന്ന് മഹാരോഗങ്ങളുടെ കാലമാണ്. ക്യാൻസർ പോലെ മഹാരോഗങ്ങൾ. അത്തരം രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങളുടെ മുമ്പിൽ ഒരു പിതാവിൻ്റെ മനസ്സിലുണ്ടാകുന്ന അത്തരം വികാരങ്ങളെ നാം ഏത് തലത്തിലാണ് അളക്കേണ്ടത്? അങ്ങനെയൊക്കെ ഉണ്ടാകുന്നോടത്ത് എന്തു വേണമെന്ന് ആലോചിക്കണം എന്നാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിത സഭ പറഞ്ഞിട്ടുള്ളൂ. അതിനെ നമ്മളിങ്ങനെ വല്ലാതെ വലിച്ചു നീട്ടി പ്രാകൃതം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു പ്രാകൃതം. ഞാൻ ആലോചിച്ചു പോകാണ്, 14-ാം വയസ്സിൽ വിവാഹം ചെയ്യണം എന്തോ ഒരു അസാധ്യകരമായ ലൈംഗിക ബോധങ്ങൾ ചില ആളുകൾ, രാഷ്ട്രീയക്കാർ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ തോന്നി എനിക്ക്. അവരൊക്കെ പറഞ്ഞത് പ്രായം ഒരുപാട് മുകളിലുള്ളവരാണ്. നവതി ആഘോഷിച്ച രാഷ്ട്രീയ നേതാവും പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ്. ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ഈ പണ്ടൊരു ഗുരുവിൻ്റെ മുമ്പിലേക്ക് 2 ശിഷ്യന്മാർ നടന്നു പോകാൻ. അപ്പോൾ ഒരു ശിഷ്യൻ ഒരു അബലയായ സ്ത്രീയെ കണ്ടു. അവർ തളർന്ന വശയായി കിടക്കാൻ. അപ്പോൾ അവരെ എടുത്തു, സുരക്ഷിത സ്ഥലത്തെത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ 2-ാം ശിഷ്യൻ ഇങ്ങനെ നടന്നു വരാൻ. അവനിങ്ങനെ ആലോചിക്കാൻ, ഈ തരുണീമണിയുടെ താരള്യം മുഴുവനും ഇവൻ ആസ്വദിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പോകാൻ. ഇതൊക്കെയാണല്ലോ അങ്ങനെ ചിന്തിക്കാൻ. ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ഇത് മറ്റൊന്നാണ് എന്ന് ചിന്തിക്കലായിരുന്നു ഭേദം എന്ന് പറയണ്ടല്ലോ ശങ്കരാചാര്യർ. നാരീസ്ഥനഭരനാഭീദേശം ദൃഷ്ട്വാമാകാമോഹാവേശം ഏതൻ മാംസവസാദി വിശേഷം മനസ്സി വിചാരയമോ വാരം വാരം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ എന്ന് പറയണ്ടല്ലോ. അതുപോലെ ഞാൻ അതിൻ്റെ അർത്ഥം വെക്കണില്ല, അറിയില്ല എന്നിട്ടല്ല, അർത്ഥം വെക്കുന്നില്ല. അങ്ങനെയാണ് എന്ന് ഞാൻ തീർത്തും പറയുന്നുമില്ല. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ വലിപ്പം മറ്റു പലയിടങ്ങളിലായി അമ്മയെന്ന നിലയിൽ ശങ്കരൻ തന്നെ വാഴ്ത്തിയിട്ടുണ്ട്. അമ്മയെന്ന നിലയിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സമയത്തെക്കുറിച്ച് ശങ്കരാചാര്യർ തന്നെ പറയുന്നുണ്ട്. അമ്മേ, ഗർഭം ധരിച്ച കാലത്ത് തനു ശോഷണം, ശരീരം ശോഷിച്ചിരുന്നുവല്ലോ. ഒപ്പം നൈരുച്യം, രുചിയില്ലാതെ പോയിരുന്നല്ലോ. ശയ്യാച മലമയീ ശയ്യാച, ശയ്യയാണെങ്കിലോ മലമായിരുന്നല്ലോ. ആകെ എൻ്റെ ഈ മലം അതൊരു ഒരു നല്ല ഒരു വസ്തുവിനെ പോലെ കണ്ടിരുന്നല്ലോ. മലമയീ ശയ്യാച സാമ്പൽസരി എന്ന അമ്മയെ നോക്കി പറയുന്നുണ്ട്. പക്ഷെ ശങ്കരൻ ആധ്യാത്മിക പ്രഭാവത്തിൻ്റെ വലിപ്പത്തിൽ നിന്നിട്ട് സ്ത്രീയെ അളന്നത് ഇങ്ങനെയാണ്. ഇയാളിങ്ങനെ ഇരുന്ന് ബ്രഹ്മചാരിത്വത്തിൻ്റെ വലിപ്പത്തിൽ അദ്ദേഹവും ആലോചിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അദ്ദേഹവും ഒന്നാമനും ചെന്നു ഗുരുവിൻ്റെ മുമ്പിൽ. ഗുരുവിനോട് ആദ്യമേ ഓടിച്ചെന്നിട്ട് രണ്ടാമൻ പറഞ്ഞു, ഇയാൾ തൻ്റെ ബ്രഹ്മചാരിത്വം മുഴുവൻ ഒഴിവാക്കി ഒരു സ്ത്രീയെ ഏറ്റിക്കൊണ്ട് നടക്കായിരുന്നു. രണ്ടാമൻ്റെ ഈ പരാതി കേട്ടപ്പോൾ ഒന്നാമനെ വിളിച്ച് അന്വേഷിച്ചു. ഒന്നാമനെ അന്വേഷിച്ചപ്പോൾ ഒന്നാമൻ ഗുരുവിനോട് പറഞ്ഞു, ഞാൻ വളരെ അനിവാര്യമായൊരു മാനുഷിക പരിഗണനയുടെ പേരിൽ ഞാൻ ആ സഹോദരിയെ അവർക്കൊരു സുരക്ഷിത സ്ഥലം എത്തിക്കുന്നത് വരെ ഏറ്റി എന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറയുന്നുണ്ട്, എടാ, ഈ ഒന്നാമൻ എവിടെയാണോ ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ കണ്ടത്, അവിടെ നിന്ന് ഏറ്റി സുരക്ഷിത സ്ഥലത്തെത്തിച്ചപ്പോൾ അവസാനിപ്പിച്ചു. നീ അവിടെ നിന്ന് മുതൽ ഏറ്റിയിട്ട് എൻ്റെ അടുക്കൽ വരെ എത്തിയിട്ടും നീ ഇറക്കി വച്ചിട്ടില്ല. അതാണ് സത്യം. അതാണ് സത്യം. ഈ ചർച്ചകളിൽ പലപ്പോഴും കണ്ടത് ഈ ഒരു ബോധമാണ്. ഞാൻ പറയുന്നു, അത്തരത്തിലല്ല നമ്മളിതിനെ കണ്ടത്. അനിവാര്യമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ഞാൻ പറഞ്ഞല്ലോ, 60% ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ. ഈ സംഭവങ്ങൾക്കു നേരെ നമ്മുടെ നിയമ നടപടികൾ നടക്കുന്നില്ലെന്ന് കൂടി ആലോചിച്ച് നോക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പോലും തിരിച്ചറിഞ്ഞ വസ്തുത. അതാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് അവരിങ്ങനെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കെന്താ കുഴപ്പമെന്ന് പോലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇബ്ഭിഷേകമായി പറയുന്നത് അവിടെയാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് പ്രായമൊന്നുമല്ല ഇന്നത്തെ ദാമ്പത്യ പ്രശ്നം. എന്താ പ്രായമാണോ ഇന്നത്തെ പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്നത് ഈഗോ ആണ്. ഈഗോ. ഭാര്യയ്ക്ക് തോന്നുന്നു ഞാനാണ് കെമിന്ന്, ഭർത്താവിന് തോന്നുന്നു ഞാനാണ് അതിനേക്കാൾ മുകളിലെന്ന്. ഇതുണ്ടാക്കുന്ന ഈഗോ ആണ്. ഫെമിനിസം എന്ന് പറയുന്നതിനെ ഞാൻ എല്ലാ അർത്ഥത്തിലും പറയുന്നു, അതൊരു സമത്വവാദമാണെങ്കിൽ തെറ്റാണ്. അത് ഇന്ത്യ അംഗീകരിച്ചതല്ലല്ലോ. മനു പോലും പറയുന്നത് ആ അർത്ഥത്തിലാണ്. മനുവിനെ അതിൻ്റെ പേരിൽ ഒരുപാട് ബത്സിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു അങ്ങനെയല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ബത്സിക്കേണ്ട ഒരു ആവശ്യവും ആ വിഷയത്തിലില്ല. അതിവിടെ ചർച്ചയ്ക്ക് വിധേയമാകാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്നുണ്ട്,
സമം എന്ന് പറയുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തിനെതിരാണ്. മറിച്ച് പാരസ്പര്യമാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നതാണ് പ്രധാനം. അത് നഷ്ടപ്പെട്ടു പോയ ആധുനിക സമൂഹത്തിന്റെ ദാമ്പത്യം ശിഥിലമായിക്കൊണ്ടേയിരിക്കുന്നു, ശിഥിലമാകുന്നു, അത് നഷ്ടപ്പെടുന്നു. ഞാനാണോ നീയാണോ കേമനെന്ന ആലോചനയുടെ ഇടയിലാണ്. പണ്ടുണ്ടായിരുന്ന ആ നന്മകൾ നഷ്ടപ്പെടുകയാണ്. പണ്ട് ആ പൂമുഖവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഈ പൂത്തിങ്കളുണ്ടല്ലോ, അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാമനയാണ്. അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്നത് പ്രാരാബ്ധങ്ങൾക്ക് മുമ്പിൽ നടുക്കടലിൽ നിൽക്കുന്നത് പോലെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റടിച്ച മനുഷ്യന്റെ പ്രതീതിയാണ്. അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2006 8,000 ചില്ലുവാനും മാത്രമുണ്ടായിരുന്ന ദാമ്പത്യ വിമോചനങ്ങൾ, അതായത് വിവാഹമോചന കേസുകൾ 2013 48,000 വളർന്നു നിൽക്കുന്നതിൻ്റെ കാരണം PCMA 2006 അല്ല, അതിൻ്റെ പ്രശ്നവും അതിൻ്റെ സ്വാധീനവും അല്ല. മറിച്ച് നമ്മളൊക്കെ പരസ്പരം ഒരു പൂ വിരിയും പോലെയൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നില്ല? നമുക്കിടയിൽ ഈ അർത്ഥത്തിലുള്ള മ്യൂച്വാലിറ്റി എന്ന് പറയുന്നൊന്നും ഉണ്ടാകുന്നില്ല. ആ പാരസ്പര്യമാണ്, ആ പാരസ്പര്യം തന്നെയാണ് ഇന്ത്യയിൽ വേണ്ടത്. ആ പാരസ്പര്യം നിന്നെ എനിക്ക് അംഗീകരിക്കാനാകും എന്ന ചിന്തയാണ്, നിന്റെ ഈ വിശ്വാസക്രമങ്ങളെ അംഗീകരിക്കാനാകും എന്ന ചിന്തയാണ്. മങ്ങാട്ടച്ചനും അതുപോലെ പിന്നെ കുഞ്ഞായൻ മുസ്ലിയാരും നടന്നുപോയ വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അവിടെ രണ്ടുപേർ 2 ആരാധനകളും 2 ആചാരങ്ങളും നിലനിർത്തി എന്നതോടൊപ്പം തന്നെ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് ബഹുമാനിക്കുകയും ചെയ്തു എന്നതാണ്. ഞാനതിനെ ബഹുമാനിക്കുന്നു, ഞാൻ ആ ബോധത്തെ നിലനിർത്തുന്നു. ഞാൻ പഠിച്ചത് 7 കൊല്ലവും പ്രീ ഡിഗ്രി ടു PG വരെ വേദാന്ത ക്ലാസ്സിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 ഭാഗത്തിരുന്ന് ഒരു ഈഴവ സഹോദരനും മറ്റൊന്ന് ഒരു പിന്നെ നമ്പൂതിരി സമൂഹത്തിൽപ്പെട്ട സഹോദരനുമാണ്. രണ്ടുപേരും ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരാണ്. അവരുടെ അമ്മമാർ എന്നെ മകനെ പോലെ കാണുന്നു. ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങൾ, പരസ്പരമുള്ള സ്നേഹവായ്പകൾ വർണ്ണിക്കാനാവാത്ത വിധം ഞങ്ങൾക്കിടയിൽ അതെന്നും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാലയത്തിലേക്ക് പോകാൻ വേണ്ടി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ തൃശ്ശൂർ വരെ എന്നെ തുടർന്ന് അനുധാവനം ചെയ്തു വന്ന് അവസാനം എൻ്റെ അഡ്രസ്സ് ഇതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഒരു പൊതി തന്നു. അഡ്രസ്സായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനത് വാങ്ങി, ഞാനത് പോക്കറ്റിലിട്ടു. നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങൾ വിട പറഞ്ഞു. ശേഷം തുറന്നു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിലുള്ള പരിമിതികളും സാമ്പത്തിക പരാധീനതകളുള്ള ഒരു സുഹൃത്തിൻ്റെ 500 രൂപ നോട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യം കണക്കാക്കുന്നത് ആ നോട്ടിനാണ്. അതായിരിക്കണം നമ്മുടെ പാരമ്പര്യം. ആ മഹത്വവും ബഹുമാനവുമാണ് നമുക്കുണ്ടാകേണ്ടത്, ആ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിൽ നമുക്കിടയിൽ ഇങ്ങനെ പോകാവൂ എന്ന നിർബന്ധ ബുദ്ധികൾ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് നൽകിയിടുക എന്ന വാക്യത്തോടെ ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്